2024 ഫെബ്രുവരിയിൽ അമേരിക്കയിൽ 14 വയസ്സുള്ള ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ മാതാവ് ഫ്ലോറിഡയിലെ കോടതിയിൽ ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട്. തന്റെ മകന്റെ മരണത്തിന് കാരണമായത് ഒരു ചാറ്റ് ബോട്ടുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് എന്നായിരുന്നു ആ ലോ സ്യൂട്ടിലെ പ്രധാനപ്പെട്ട അലിഗേഷൻ. ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിം ഓഫ് ത്രോൺസിലെ ഒരു ക്യാരക്ടറായിട്ട് ഐഡന്റിഫൈ ചെയ്ത ചാറ്റ് ബോട്ട് ഈ ആൺകുട്ടിയുടെ സൂയിസൈഡൽ ഐഡിയേഷൻസിനെ എൻകറേജ് ചെയ്തു എന്നായിരുന്നു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. സമാനമായൊരു വാർത്ത 2023 മാർച്ചിലും പുറത്തു വന്നിരുന്നു. ബെൽജിയംകാരനായ ഏകദേശം 33 വയസ്സുള്ള യുവാവ് അദ്ദേഹം ഒരു ചാറ്റ് ബോട്ടുമായിട്ടുള്ള ഇൻട്രാക്ഷന്റെ ഫലമായി മരണപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്നത്. ഈ വാർത്തകളൊക്കെ തന്നെയും ചില ഘട്ടങ്ങളിലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനാബിൾ ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയറുകളിലേക്ക് ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന ആശങ്കയുളവാക്കുന്ന ആലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ChatGPT ഓൺ ചെയ്യുന്ന ഓപ്പൺ AI തങ്ങളുടെ ചാറ്റ് ബോട്ടുകൾ ചില ഘട്ടങ്ങളിലെങ്കിലും ആളുകൾക്ക് ഹാം സംഭവിക്കാൻ കാരണമായേക്കാവുന്ന റെസ്പോൺസുകൾ കൊടുത്തേക്കാം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള എഫക്റ്റീവ് കമ്പാനിയൻ എന്നുള്ള രീതിയിൽ പല AI ചാറ്റ് ബോട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെന്റൽ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് ശക്തമായി നിലനിൽക്കുന്ന സോഷ്യൽ സ്റ്റിഗ്മയെ എഫക്റ്റീവായിട്ട് മറികടക്കാൻ ഈ ചാറ്റ് ബോട്ടുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റാരും അറിയാതെ തന്നെ മെന്റൽ ഹെൽത്ത് കൺസേൺസിനെ കുറിച്ച് ഹൈലി പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇന്ററാക്ഷൻസിൽ ഏർപ്പെടാനാകുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഇപ്പറഞ്ഞ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തി മാർക്കറ്റ് ചെയ്യുന്ന നിരവധി AI ചാറ്റ് ബോട്ടുകൾ പുറത്തിറങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് റെപ്ലിക്ക എന്ന പേരിലുള്ള ഒരു പോപ്പുലർ പ്ലാറ്റ്ഫോം ഉണ്ട്. അവരുടെ ടാഗ് ലൈൻ ഇങ്ങനെയാണ്: ദി AI കമ്പാനിയൻ ഹു കെയർസ്, ഓൾവേസ് ഹിയർ ടു ലിസൺ ആൻഡ് ടോക്ക്, ഓൾവേസ് ഓൺ യുവർ സൈഡ്. വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് പലപ്പോഴും നിലവിലുള്ള ചാറ്റ് ബോട്ടുകളൊക്കെ അവരുടെ ഐഡിയേഷൻസിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള റെസ്പോൺസുകളാണ് പലപ്പോഴും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള റെസ്പോൺസസ് പലപ്പോഴും ഇത്തരം AI ചാറ്റ് ബോട്ടുകളിൽ നിന്ന് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് ടൈംസിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: ഹ്യൂമൻ തെറാപ്പിസ്റ്റ്സ് പ്രിപ്പയർ ഫോർ ബാറ്റിൽ അഗെയിൻസ്റ്റ് AI പ്രിറ്റൻഡേഴ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നിരവധിയായി പുറത്തിറങ്ങുന്ന ഇത്തരം ചാറ്റ് ബോട്ടുകൾ ആളുകളുടെ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ എന്ത് തരം കോൺസിക്വൻസുകളാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കൂടുതൽ വീഡിയോസ് പിറകെ വരുന്നുണ്ട്. ഫോളോ ചെയ്തോളൂ.